BLM, Kerala, Tamil Nadu, Pondicherry. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ താൽപര്യമറിയിച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ രമേശ് പിഷാരടി. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ രമേശ് പിഷാരടിയുടെ പേരുണ്ട്. പാലക്കാട് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് പകരം രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായേക്കും. ടെലിവിഷൻ താരമെന്ന നിലയ്ക്കുള്ള രമേശ് പിഷാരടിയുടെ പ്രശസ്തിയും സ്വീകാര്യതയും വോട്ടായി മാറുമെന്നും അദ്ദേഹത്തിന്റെ ജയസാധ്യത ഏറെയാണെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് ഉറപ്പിച്ചതോടെ പിഷാരടിയുടെ പേരാണ് അന്തിമ പരിഗണനയിലുള്ളത്. കണ്ണൻ ഗോപിനാഥിന്റെ പേരും ചർച്ചയിൽ വന്നിരുന്നു. തൃപ്പൂണിത്തുറയിൽ കെ ബാബു ഇത്തവണ മത്സരിക്കില്ലെന്ന് അറിയിച്ചതോടെ ആ മണ്ഡലത്തിൽ വിജയ തുടർച്ചയ്ക്കായി രമേശ് പിഷാരടിയുടെ പേര് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പാലക്കാട് മത്സരിക്കാമെന്ന പിഷാരടി സന്നദ്ധ അറിയിച്ചതോടെ അത്തരം ചർച്ചകളും അഭ്യൂഹങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC കൈമാറിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 50 പേരുടെ പട്ടിക എപ്പോൾ വേണമെങ്കിലും പുറത്തുവിടാൻ സജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെട്ടു. സിറ്റിംഗ് മണ്ഡലങ്ങളും ഒറ്റപ്പേരിലെത്തിയ മറ്റ് മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന പട്ടികയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി 2 മണിക്കൂറോളം നേരം ചർച്ച നടത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ആദ്യഘട്ട പട്ടിക കൈമാറിയത്. പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങൾ ഒഴികെയുള്ളിടത്ത് സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് ഒടുവിലത്തെ തീരുമാനം. പാലക്കാട്, തൃപ്പൂണിത്തുറയിലും ചർച്ചകൾ തുടരുകയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, നെയ്യാറ്റിൻകര N ശക്തൻ, കൊട്ടാരക്കര ഐഷ പോറ്റി, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല, കൊല്ലം ബിന്ദു കൃഷ്ണ, ആറന്മുള അബിൻ വർക്കി, അരൂർ ഷാനിമോൾ ഉസ്മാൻ, പീരുമേട് സിറിയക് തോമസ്, കൊടുങ്ങല്ലൂർ OJ ജനീഷ്, മണലൂർ TN പ്രതാപൻ, തൃത്താല VT ബൽറാം, നാദാപുരം KA അഭിജിത്ത, കൊയിലാണ്ടി പ്രവീൺ കുമാർ എന്നിങ്ങനെയാണ് ആദ്യ പട്ടികയിലെ മറ്റ് സാധ്യത. അമ്പലപ്പുഴ, തൃപ്പൂണിത്തുറ, ഉടുമ്പൻചോല എന്നീ 3 മണ്ഡലങ്ങളിൽ M ലിജുവിന്റെ പേരുമുണ്ട്. സംവരണ മണ്ഡലമായ അടൂരിൽ രമ്യ ഹരിദാസിനെ ഇറക്കിയേക്കും. തിരുവമ്പാടിയിൽ VS ജോയിയുടെ പേരിനാണ് മുൻതൂക്കം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.